കേട്ടറ്റ് പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്? ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി. ആ ഭാഗത്ത് നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറാണ് ഇവിടെ തരുന്നത്. മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉണ്ട്. കാരണം കേട്ടറ്റ് 2 പരീക്ഷയിൽ മലയാളത്തിലായിരിക്കും ചോദിക്കാം. ജീൻ പിയാഷെ എന്താ തിയറി? കൊഹിനിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലേ ആളുടേത്. ബോധനാത്മക വികാസം. ഇതിലെ 4 ഘട്ടങ്ങൾ ഏതാ? സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ. ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. പിന്നെ വൈഗോസ്കിര ഏതാ? സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. എന്താണ്? സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അതിലേതൊക്കെയാണ് വരുന്നത്? ZPD അല്ലേ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ എക്സ്പാൻഡ് ഫോം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ZPD കൊടുത്തിട്ട് നമുക്ക് ഏതൊക്കെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ എന്താ? സ്കഫോൾഡിങ്. ഇതൊക്കെ ആരുടേതാണ്? വൈഗോസ്കിരയാണ്. പിന്നെ ജെറോംസ് ബ്രൂണർ. അതെന്താ കണ്ടെത്തിയത്? ഡിസ്കവറി ലേണിംഗ്. ആര് കണ്ടെത്തിയ? ജെറോംസ് ബ്രൂണറിൻ്റെ ആണ്. പിന്നെ സ്പൈറൽ കരിക്കുലം. അതും ആരുടേതാണ്? ജെറോംസ് ബ്രൂണറിൻ്റെ ആണ്. പിന്നെ ഗാർഡനറിൻ്റെ എന്താ? ബഹുബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. അത് ആര് കണ്ടുപിടിച്ചത്? ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ആൻസർ ചെയ്യണം? ഗാർഡനറിൻ്റെ അല്ലേ. ലേണിംഗ് തിയറിയിലെ ട്രയൽ ആൻഡ് ഇറർ തിയറി ആരുടേതായിരുന്നു? തൊണ്ടേക്കിൻ്റെയാണ്. ട്രയൽ ആൻഡ് എറർ തിയറി തൊണ്ടേക്ക്. ട്രയലിലും ടി ഉണ്ട്, തൊണ്ടേക്കിലും ടി ഉണ്ട്. ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാ? പാവ്ലോ. പാവാണെന്ന് പറയുമ്പോൾ എന്താ? ക്ലാസിക്കലാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ കേട്ടോ. ക്ലാസ്സിൽ പാവാണ് ആര്? ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷൻ ആരാണ്? പാവ്ലോ. പിന്നെ ഗാർഡനറുടെ ഏതാ? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അല്ലെ, ബഹുബുദ്ധി സിദ്ധാന്തം. അതാരുടേതാണ്? ഗാർഡനറിൻ്റെയാണ്. 8 തരം ബുദ്ധികളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ എന്താണെന്നൊന്ന് നോട്ട് ചെയ്യുക എക്സാമിന് പോകുന്നതിന് മുമ്പ്. ഇനി ലേണിംഗ് തിയറീസ് ഏതാ? ട്രയൽ ആൻഡ് ഇറർ നമ്മൾ പറഞ്ഞു അല്ലേ, തൊണ്ടേക്കിൻ്റെ. ക്ലാസിക്കൽ ആരുതാ? പാവ്ലോ. ഓപ്പറൻ്റ് കണ്ടീഷൻ ആരാ? സ്കിന്നർ. ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം, അതാരാ? കൊഹ്ലർ ട്ടാ. ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം, കൊഹ്ലർ. CCEയുടെ ഫുൾ ഫോം എന്താ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അല്ലേ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് അതിൻ്റെ CCEയുടെ ഫുൾ ഫോം ട്ടാ. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. അതിൻ്റെ മലയാളം എന്താ? നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. സ്കഫോൾഡിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? വൈഗോസ്കി അല്ലേ. സ്കഫോൾഡിംഗ് ആരാണ്? വൈഗോസ്കി അല്ലേ. ഇനി ബുദ്ധിശക്തി അളക്കുന്നതിനായിട്ടുള്ള സൂത്രവാക്യം എന്താ? IQ ഫോർമുല ഏതാ? IQ = MA/CA × 100. ഇത് ഈ ഫോർമുലയായിട്ടും ചോദിക്കും, ചിലപ്പോൾ കണക്കായിട്ടും തരും കേട്ടോ. എന്നിട്ട് നമ്മൾ അത് ചെയ്യാനായിട്ടുണ്ടാവും. MA എന്ന് വെച്ചാൽ എന്താ? മെൻ്റൽ ഏജ് ആണ്. CA എന്ന് വെച്ചാലോ? ക്രോണോളജിക്കൽ ഏജ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആരുടേതാന്ന് പറഞ്ഞ ഗാർഡനറുടെയാണ്, മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ പിയാഷയുടെ ബോധാത്മക വികാസന സിദ്ധാന്തത്തിൽ ഒരു കുട്ടി വസ്തുസ്ഥിരത കൈവരിക്കുന്നത് എപ്പോഴായിരിക്കും? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അല്ലേ. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ഏജ് എപ്പോഴാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിൻ്റെ ഏജ് എപ്പോഴാണ്? 0 to 2 years ആണ്. അതും പഠിച്ചു വെക്കണം. കുട്ടികളുടെ അഹം കേന്ദ്രീകൃത ചിന്ത, അതായത് ഈഗോ സെൻട്രിസം കാണപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. എപ്പോഴാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോസ്കി അല്ലേ. അത് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾ പഠിച്ചിരിക്കണേ. പഠന പ്രക്രിയക്കിടയിൽ മൂല്യനിർണ്ണയം നടത്താം അല്ലെ. പഠന പ്രക്രിയക്കിടയിൽ കുട്ടികളുടെ പുരോഗതി വിലയിരുത്തുന്ന രീതി ഏതാണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഒരു കോഴ്സിന്റെ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയം ഏതെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ എഴുതാ? സമ്മേറ്റീവ് ഇവാലുവേഷൻ. മറ്റേതോ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്.